നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺഗ്രസ് കൂത്താട്ടുകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലീഡർ കെ കരുണാകരൻ അനുസ്മരണം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോണിന്റെ അധ്യക്ഷതയിൽ നടന്നു. കരുണാകരന്റെ സ്മരണ ദിനമാണിന്ന്. കേരളത്തിലെ കോൺഗ്രസിനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ 1967 9 MLA-മാരുമായി കേരളത്തിലെ കോൺഗ്രസ് നിൽക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷ ലീഡർ സ്ഥാനം ഏൽപ്പിച്ച ശ്രീ കെ കരുണാകരൻ അന്ന് പനമ്പള്ളി ഗോവിന്ദ മേനോൻ പറഞ്ഞത് മല്ലീശ്വരൻ്റെ വീണുടഞ്ഞ അമ്പ് പോലെ, അതായത് കേരളത്തിലെ കോൺഗ്രസ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഇവിടുത്തെ ചരിത്രകാരൻ അന്നത്തെ കാലത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് തിരിച്ചു കോൺഗ്രസിനെ കേരളത്തിലെ പ്രബല ശക്തിയായി 4 പ്രാവശ്യം അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറടക്കം നമ്മുടെ എ കെ ആന്റണി അടക്കം ഉള്ള ആൾക്കാരെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിച്ച കോൺഗ്രസിന്റെ ആ അതികായകനായ ശ്രീ കെ കരുണാകരൻ. പിറവം ബ്ലോക്ക് പ്രസിഡന്റ് PC ജോസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ ഭീഷ്മാചാര്യനായി അറിയപ്പെട്ടിരുന്ന ശ്രീ കെ കരുണാകരന്റെ ആ അനുസ്മരണ ദിനമായി ഇന്ന് നമ്മൾ കൊണ്ടാടുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിരവധിയായിട്ടുള്ള വെല്ലുവിളികൾ, കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധിക്കാരപരമായിട്ടുള്ള നടപടികളും കൊലപാതക രാഷ്ട്രീയവുമെല്ലാം നടമാടിയിരുന്ന ഒരു കേരളത്തിൽ ജനാധിപത്യ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അടിവേരുണ്ടാക്കുവാനായി, വേരോട്ടമുണ്ടാക്കുവാനായി അദ്ദേഹം നടത്തിയ നിരന്തരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നമുക്ക് വിസ്മരിക്കുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, അടിയന്തരാവസ്ഥയുടെ ഒരു പേരിൽ ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് പുറന്തള്ളപ്പെട്ടപ്പോഴും ശ്രീ കെ കരുണാകരൻ്റെ ഭരണപാഠവും സംഘടനാ പാഠവും കൊണ്ടാണ് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും തിരികെ വരുവാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. കരുണാകരനെ അനുസ്മരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു ഭരണാധികാരി എന്ന നിലയിൽ കൂടി കേരളത്തിൽ വലിയ നേട്ടങ്ങൾ സമ്മാനിച്ച സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങളായി എടുത്തു കാട്ടാവുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും കൊച്ചിൻ എയർപോർട്ടും അതുപോലെ നിരവധിയായിട്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഈ നാടിൻ്റെ ഡെവലപ്മെൻറ്റിന് മുന്നോട്ട് നയിക്കുന്ന നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ശ്രീ കെ കരുണാകരൻ എന്ന ഭരണാധികാരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പാർട്ടി ലീഡറുമായിരുന്ന ശ്രീ കെ കരുണാകരൻ്റെ അനുസ്മരണ ദിനം ഇന്ന് കേരളമെമ്പാടും നടക്കുകയാണ്. ഈ അവസരത്തിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒറ്റവാക്കിൽ നഗരസഭാ കൗൺസിലർമാരായ PC ഭാസ്കരൻ, ബോബൻ വർഗീസ്, സിബി കൊട്ടാരം, ജിജോ ടി ബേബി, ലിസി ജോസ്, സാറ TS, ഷാജി KC, ബേബി തോമസ്, MK ജോർജ്, KM തമ്പി, KNK മാത്യു, ജിനീഷ് വന്നിലം, ജിൻസ് പൈറ്റുകുളം, അജി തോമസ്, ജോർജ് TS, ജോർജ് വന്നിലം, അനീഷ് ജോസഫ്, ജനാർദ്ദനൻ നായർ, ആന്റണി ജോസഫ്, വിൽസൺ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു.